ശ്രീ വേണു ഈ മേപ്പാടിയിലുള്ള ഒരു തട്ടിക്കൂട്ട് സംഘം ആ സംഘം വന്ന് കൊച്ചി സിറ്റിയിൽ ഒരു പ്രോഗ്രാം നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ബാക്കപ്പ് ഉണ്ട്, നല്ലൊരു ഫോഴ്സ് അവരെ പറയുന്നുണ്ട്. ആരോ സമ്പടി ബാക്കപ്പ് ചെയ്താൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവില്ല. അവർക്ക് പോലീസ് സപ്പോർട്ടും അല്ലെങ്കിൽ GCDA സപ്പോർട്ടും അല്ലെങ്കിൽ കോർപ്പറേഷൻ സപ്പോർട്ടൊക്കെ ഒരു കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ബാക്കിംഗ് ഉണ്ട്. അതാണ് പറയുന്നത്, ഇവിടെ കേരളത്തിൽ പല കാര്യങ്ങളും നടക്കുന്നത് പൊളിറ്റിക്കൽ ബാക്കിങ്ങോ അല്ലെങ്കിൽ വേറെ വല്ല ഫൈനാൻസ് ബാക്കിങ്ങോ അല്ലെങ്കിൽ വേറെ വല്ല ഗ്രൂപ്പിൻ്റെ ബാക്കിങ്ങോ ആണ് പല സംഭവങ്ങൾ നടക്കുന്നത്. നമ്മൾ കണ്ടുവരുന്ന ഇപ്പം കൊച്ചി കുസാറ്റിലെ സംഭവം പറഞ്ഞു, അതേപോലെ തന്നെ ആണ് ഈ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിട്ട് കുറച്ചാൾ മരിച്ച സംഭവമുണ്ട് അവിടെ കളമശ്ശേരി ഒരു പള്ളിയിൽ. അവിടെ കൂടിയിട്ടും അവിടെയും പ്രശ്നമുണ്ടായി ഇതേപോലെ. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ്, പ്രോപ്പർ മാനേജ്മെൻറ്റ്, ക്രൗഡ് മാനേജ്മെൻറ്റ് ഇല്ല, ഇതിനൊരു ഒരു സ്റ്റാൻഡേർഡ് ഓഫീസ് SOP ഇല്ല. അങ്ങനത്തെ കളമശ്ശേരിയിൽ പിന്നെയും ആളുകൾ ഒരു മാതൃകാപരമായി കുറെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ പറയുന്ന ജീവഹാനിയും പരിക്കളും കുറഞ്ഞതെന്ന് നമ്മൾ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്താണ്. അല്ലല്ല, എനിക്കറിയേണ്ടത് ശ്രീ TK രാജ്മോഹൻ, അങ്ങ് NIA അടക്കം പ്രവർത്തിച്ചിട്ടുള്ളതാണ്, ഇവിടെ റിട്ടയർഡ് SP ആയിട്ടിരിക്കുകയാണ്, ദീർഘകാലം പോലീസ് മേഖലയിൽ സേവനം നടത്തിയിട്ടുള്ള ഒരാളാണ്. ഇവിടെ ഈ പോലീസുകാർക്കറിയില്ലേ 12,000 കുട്ടികൾ വരുമ്പോൾ എത്ര രക്ഷിതാക്കൾ വരും, എത്ര വാഹനങ്ങൾ അതിനുവേണ്ടി അവിടെ ഉണ്ടാകും. കലൂര് പോലൊരു സ്ഥലമാണല്ലോ, പ്രധാനപ്പെട്ടൊരു കേന്ദ്രവുമാണല്ലോ. അപ്പോൾ പോലീസിനറിയില്ലേ ഇത്രമാത്രം സംവിധാനങ്ങൾ അവരിവിടെ ഒരുക്കുന്നു, അതിൻ്റെ സ്റ്റേജ് എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം അവർ സ്വാഭാവികമായും പരിശോധിക്കേണ്ടതില്ലേ. ഒരു ADGP ആണ് ആ സദസ്സിലുണ്ടായിരുന്നത്, ആ വേദിയിലുണ്ടായിരുന്നത്, ADGP ശ്രീജിത്ത്. ശരിയാണ് വേണം, തീർച്ചയായിട്ടും. കാരണം നമുക്ക് 12,000 സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് വരുന്നത്. അവരെ 12,000 അവരെ ഫാമിലി, അപ്പം ടോട്ടലായിട്ട് 10-20,000 അവിടെ ആളുകൾക്കാരും അതൊക്കെ സ്ത്രീകളാണ് കൂടുതൽ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ സ്ത്രീ പോലീസ് കൂടുതൽ വേണം, സംവിധാനങ്ങൾ കൂടുതൽ വേണം, സെക്യൂരിറ്റി കൂടുതൽ വേണം. അപ്പോൾ ടോട്ടൽ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്ത്. അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. ആ വിഷയം അന്വേഷിച്ച് തെറ്റുകാരാരാണെന്ന് കണ്ടെത്തണം. അതേപോലെ തന്നെ ബാക്കിയുള്ള ഏജൻസികൾക്കുമുള്ള വീഴ്ചകൾ എന്താണ്, ഇതൊക്കെ കൂട്ടായി അന്വേഷിക്കണം. അല്ലല്ല, 4.5 കോടി ഇങ്ങനെ ഈ കുട്ടികളിൽ നിന്ന് തന്നെ പിരിക്കുന്നു, പിന്നെ അതിനുശേഷം മറ്റു തരത്തിലുള്ള പിരിവുകളും എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്ന രക്ഷിതാക്കൾക്ക് ഇരിക്കാനുള്ള വേദികളിൽ ഈ ബുക്ക് മൈ ഷോ പ്രകാരം ബുക്ക് ചെയ്യാം, ഇങ്ങനെ 2 തട്ടിലായിട്ട് അവരെ ഇരുത്തുന്നു. 149 299 ഇങ്ങനെയൊക്കെ പിരിക്കുകയാണ്. ഈ വിവരങ്ങളൊന്നും ആർക്കും അറിയില്ല. ഇതിനൊന്നും രസീത് കൊടുക്കുന്നില്ല, ഒന്നുമില്ല. 4.5 കോടിയിലല്ല കാര്യങ്ങൾ, വലിയ തോതിൽ പിരിച്ചിട്ടുണ്ടാകും. വലിയ സ്പോൺസർമാരല്ലാതെ തന്നെ ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഇടനിലക്കാരായ ചില സിനിമാക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർക്ക് അതിൽ സാമ്പത്തികമായവരൊന്നും നേടിയിട്ടില്ല എന്നൊക്കെയുള്ള ന്യായവാദവുമായി വരുന്നുമുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ കോക്കസ് അല്ലേ, ഇതിൻ്റെ ഒരു പടി പോലീസിനും കിട്ടുന്നില്ലേ സത്യസന്ധമായി പറഞ്ഞാൽ ശ്രീ രാജ്മോഹൻ? തീർച്ചയായിട്ടും നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഒരു ഏജൻസിയെ നമ്മൾ അവർ ക്ലീൻ ആണെന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. കാരണം ഈ ഏജൻസികൾക്കൊക്കെ കൂട്ടായ ഉത്തരവാദിത്തമുണ്ട്, പോലീസിന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇത്തരത്തിൽ ടിക്കറ്റ് വെക്കുന്നതും അല്ലെങ്കിൽ ആൾക്കാർ വരുന്നതും പണം പിരിക്കുന്നതും ഒക്കെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം അറിഞ്ഞിരിക്കണം. അവർക്കാണെങ്കിൽ അവർ അഡ്വാൻസ് ആയിട്ട് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അങ്ങ് ഒരു നിഷ്കളങ്കത കാണിക്കരുത്, ഇതെല്ലാം അറിയാമല്ലോ അവർക്ക്. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ ന്യായീകരിക്കാൻ പറ്റില്ല. പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് അന്വേഷണത്തിൽ കൂടി കൊണ്ടുവന്ന് ആരാണ് കുറ്റക്കാർ, അവരെ മേൽ നടപടിയെടുക്കണം. ഇപ്പൊ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിലാണല്ലോ ഈ പരിശോധന നടക്കുന്നത്. അങ്ങനെ പുട്ട വിമലാദിത്യക്ക് ഈ പരിശോധന നടത്താൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ധാർമ്മികമായ എന്തെങ്കിലും ഒരു അധികാരമുണ്ടോ അദ്ദേഹത്തിന്? അല്ല, നമുക്കൊരു ഓഫീസർ പേഴ്സണലായി പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ ഓഫീസർ വളരെ സെൽഫായ നല്ല ഓഫീസറാണ്. അയാളെ കുറിച്ച് പുതിയ നല്ല വ്യക്തിപരമായി നന്നായിരുന്നിട്ട് എന്ത് കാര്യം? തീർച്ചയായിട്ടും അതെ, അദ്ദേഹം തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.